എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ബൈക്ക് ആക്സിഡൻ്റാണ് എൻ്റെ ജീവിതം ഈ ഒരു കട്ടിലിൽ മാത്രം ആക്കി ഒതുക്കിയത്. ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, എന്നാർക്കും തോൽപ്പിക്കാൻ പറ്റില്ല, ആരും ഉപദേശിക്കൊന്നും വേണ്ട, എല്ലാം അറിയാമെന്നുള്ള ചിന്തയും ആ അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ബൈക്കിൽ പോയി ഞാൻ വെന്റിലേറ്ററിൽ കിടക്കും. എല്ലാം കഴിഞ്ഞു. ആ ഒരു സമയത്ത് നിവർത്തിയില്ലാണ്ടായപ്പോഴാണ് ആദ്യം വിചാരിച്ച് മരിക്കാമെന്നാണ്. ആത്മഹത്യ പറഞ്ഞു. പെറ്റമ്മ മറന്നാലും ഞാൻ തന്നെ മറക്കില്ല എന്ന്. അത്രയും കാര്യങ്ങളുള്ള കർത്താവ് ആ വെന്റിലേറ്റർ ഐസിയിൽ വെച്ച് ചങ്ക് പൊട്ടി ഞാൻ വിളിച്ചപ്പോൾ ആദ്യത്തെ ഒരു 19 വയസ്സ് വരെ കർത്താവ് ഉണ്ട്, ജീവിക്കണുണ്ട് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിലും നമ്മളത് കേട്ടറിവ് മാത്രമായിരുന്നു. കേട്ടറിവ് എപ്പോഴും ശരിയാവണമെന്നില്ല. പിന്നെ 3 മാസം വെന്റിലേറ്റർ ഐസിയിൽ കിടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ലങ്സിൻ്റെയും ഡയഫ്രമിൻ്റെ കിഡ്നി വർക്കിംഗ് കുറവായപ്പോൾ ഡോക്ടർ പറഞ്ഞെങ്കിലും മരിക്കാറായി. മാക്സിമം 10 ദിവസം കൊണ്ട് അവൻ ജീവനോടെ ഉള്ളൂ. കുരിശാണ് നമ്മുടെ രക്ഷ. കുരിശില്ലാത്ത ജീവിതത്തിൽ രക്ഷയില്ല. ജയ വൈബ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് ശിക്ഷണം നൽകുന്നു. താൻ മക്കളായി സ്വീകരിക്കുന്നവരെ അവിടുന്ന് പ്രഹരിക്കുകയും ചെയ്യുന്നു. തനിക്ക് കിട്ടിയ പ്രഹരം ഈശോ തന്നെ സ്വന്തമാക്കിയതാണെന്ന തിരിച്ചറിവോടെ ജീവിതത്തിന് സാക്ഷ്യം വഹിക്കുന്ന നിഖിൽ രാജിനെയാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ജയ വൈബ്സിൻ്റെ ഈ എപ്പിസോഡിൽ ഈശോ സ്വന്തമാക്കിയ ഈശോയുടെ പുത്രനാണ് എന്ന അഭിമാനത്തോടെ ഇന്ന് ചിരിച്ചുകൊണ്ട് നമ്മോടൊപ്പം സംസാരിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിഖിലിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. നിഖിലെ, ഇന്ന് നിഖിലാണ് ഈശോനെ കുറിച്ച് ജയ വൈബ്സിലൂടെ സംസാരിക്കാൻ പോകുന്നത്. നിഖിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ നിഖിൽ രാജ്, തൃശ്ശൂർ ചിയാരമാണ് ഞാൻ താമസിക്കുന്നത്. തിരുകുടുംബ ദേവാലയ അംഗമാണ് ഞാൻ. എൻ്റെ വീട്ടിൽ അമ്മച്ചി, ചേട്ടൻ്റെ ഭാര്യ, 2 കുഞ്ഞു മക്കൾ, പിന്നെ പെങ്ങളുടെ ഒരു മോള്, അങ്ങനെ ഒരു ചെറിയൊരു കുടുംബമാണ് ഞങ്ങളുടെ. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ബൈക്ക് ആക്സിഡൻ്റാണ് എൻ്റെ ജീവിതം ഈ ഒരു കട്ടിലിൽ മാത്രം ആക്കി ഒതുക്കിയത്. 2012 എൻ്റെ 19ാമത്തെ വയസ്സിൽ കോതമംഗലം ഇന്ദിരാഗാന്ധി കോളേജിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാഴ്ച വീട്ടിലേക്ക് വന്നതാണ്. പിറ്റേ ദിവസം കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടി പിറ്റേ ദിവസം കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയി പപ്പയുടെ പഴയ സ്റ്റാർ സിറ്റിയും കൊണ്ട് അവിടെ ചെന്നപ്പോൾ വേറെ കൂട്ടുകാരൻ പുത്തൻ പൾസറും കൊണ്ട് വന്നേക്കരുത്. പ്രായത്തല്ലേ, എല്ലാവരെയും പോലെ യൂത്ത് അടിച്ചു പൊളിക്കണം, ലൈഫ് എൻജോയ് ചെയ്യണം മാത്രം ഒരു ആഗ്രഹമുള്ളതുകൊണ്ട് പൾസർ ഓടിപ്പിച്ചല്ലേ ഒരാഗ്രഹം പുത്തൻ പൾസറാണ്. ആ ഒരു ആഗ്രഹം കൊണ്ട് പപ്പയുടെ സ്റ്റാർ സിറ്റി അവിടെ വെച്ചിട്ട് കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് ചാവി വാങ്ങി ആ പൾസറിലാണ് പോകാറുണ്ട്. നല്ല സ്പീഡ് ഉണ്ടായിരുന്നു, ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോണ സമയത്ത് എൻ്റെ മൊബൈലിൽ ഒരു കോൾ വന്നു. അപ്പം എൻ്റെ ആ ഒരു സമയത്ത് ചിന്ത എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, എന്നാർക്കും തോൽപ്പിക്കാൻ പറ്റില്ല, ആരും ഉപദേശിക്കൊന്നും വേണ്ട, എല്ലാം അറിയാമെന്നുള്ള ചിന്തയും ആ അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ട്രാഫിക് റൂളൊക്കെ തെറ്റിച്ച് എല്ലാം അറിയാലോ, സ്പീഡ് പൊട്ടിച്ച് തലയിൽ ഹെൽമെറ്റ് ഇല്ല, ഒന്നുമില്ല, മൊബൈലും ഞാൻ ചെയ്തത് മാത്രം ശരിയാണ് ചിന്തയായിരുന്നു. അപ്പം അതുകൊണ്ട് ബൈക്ക് നിർത്താൻ തോന്നിയില്ല. മൊബൈലിൽ കോൾ വന്നപ്പോൾ ഒരു കയ്യിൽ ഹാൻഡിൽ പിടിച്ച് മറ്റേ കണ്ട് ഫോൺ എടുക്കാൻ നോക്കി. ഹൈറ്റും കുറവായിരുന്നു, പെട്ടെന്ന് ബാലൻസ് ആയിട്ടില്ല. തൊട്ട് മുന്നിലെ ടേണിങ്ങിൽ ബൈക്ക് സ്കിഡ് ചെയ്തു. അടുത്തുണ്ടായിരുന്ന ഒരു പോസ്റ്റിലടിച്ചു. അത് ഓർമ്മയുള്ളൂ. പിന്നെ ഓർമ്മ വരുന്നത് ഒരു 3-4 ആഴ്ച കഴിഞ്ഞിട്ടാണ്. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ബൈക്കിൽ പോയി ഞാൻ വെന്റിലേറ്ററിൽ കിടക്കും. ഒന്ന് മനസ്സിലായില്ലേ? ശരീരം മൊത്തം ട്യൂബും വയറും, നെഞ്ചത്ത് വെന്റിലേറ്ററും, തല എനിക്ക് പനക്കാൻ പറ്റണല്ലേ. തലയുടെ 2 സൈഡും സ്ക്രൂ ഒക്കെ ഇട്ട് വലിയൊക്കെ ഇട്ട് ഒരു വെയിറ്റ് ഒക്കെ വെച്ചിട്ട് നടക്കാൻ പറ്റണല്ലേ. ഒന്ന് മനസ്സിലായില്ലേടാ? ആകെപ്പാടെ സങ്കടമായി. അതിനിടയിൽ ഡോക്ടർമാരും നേഴ്സുമാരും പറയുന്നത് കേട്ടു, നിഖിലിന് ആക്സിഡൻറ്റിൽ കാര്യമായിട്ട് ഒരു പ്രശ്നം പറ്റിയില്ല ശരീരത്തിന്. പക്ഷെ കഴുത്തിലെ 3 എല്ലൊടിഞ്ഞു,
സ്പൈനൽ കോഡ് അതിൻ്റെ ഇടയിൽ പെട്ട് കഴുത്തിന് താഴോട്ട് കംപ്ലീറ്റ് ആയിട്ട് നിഖിലിൻ്റെ ശരീരം തളർന്നു പോയിരുന്നു. ഇനി എത്ര കാലം ട്രീറ്റ് ചെയ്താലും എന്ത് ചെയ്താലും ഈ ഒരു അവസ്ഥ തന്നെ ആയിരിക്കുള്ളൂ, ഒരു മാറ്റം ഉണ്ടാവില്ല. ഒരു സെക്കൻഡ് പോലും വെൻറ്റിലേറ്റർ അവൻ്റെ ശരീരത്തിൽ നിന്ന് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കഴുത്തിനോട് സെൻസേഷൻ ഒന്നുമില്ല. പിന്നെ അപ്പം ഒന്നും പറയണ്ടല്ലോ. ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച് ആ വെൻറ്റിലേറ്റർ ഐസിയിൽ അവസാനിച്ച ഒരു 19 വയസ്സുകാരൻ്റെ അവസ്ഥ. അതിപ്പോൾ എന്നേക്കാളധികമായിട്ട് ഈ പ്രായം കടന്നു പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഒരു പക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. എല്ലാവരെയും പോലെ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു, ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞു. ആ ഒരു സമയത്ത് നിവർത്തി ഇല്ലാണ്ടായപ്പോഴാണ് ആദ്യം വിചാരിച്ച് മരിക്കാമെന്നാണ് ആത്മഹത്യ അറിഞ്ഞു. ഇപ്പോഴത്തെ യൂത്ത് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമുണ്ട്. കൊച്ചു കാര്യങ്ങൾക്ക് പോലും അവർ ഓടിച്ചെന്ന് ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ടാകുമ്പോൾ ഒന്ന് ലീവ് കടിച്ചു. അപ്പോൾ അടുത്തൊരു കൊച്ചുകുട്ടി വീട്ടിലെന്തോ നിസ്സാര കാര്യം പറഞ്ഞതിൻ്റെ പേര് ടി വി ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. ഈ എന്താ പറയുക കോണിയുടെ ആ സൈഡ് റെയിലൊരു കമ്പിയില്ലേ, അതിൽ കെട്ടിത്തൂങ്ങി മരിച്ചു. എൻ്റെ വലിയമ്മച്ചിയുടെ അടുത്തൊരു കുട്ടി മൊബൈൽ ഫോൺ കൊടുത്തില്ല എന്ന് പറഞ്ഞ് കെട്ടിത്തൂങ്ങി മരിച്ചു. കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ പേരിൽ. ഞാനൊരു അവസ്ഥ എല്ലാം അവസാനിച്ചപ്പോൾ ഞാനും മരിക്കാമെന്ന് വിചാരിച്ചു. എന്നെ കണ്ടാൽ മനസ്സിലാവില്ലേ. എൻ്റെ കാര്യത്തിൽ ആത്മഹത്യ ആഗ്രഹം മാത്രമാണ്, ഒരിക്കലും നടക്കില്ല. മുഖത്തോ ശരീരത്തിലോ ഒരു ഈച്ചയോ കൊതുക് ഉറുമ്പ് വന്നാൽ പോലും എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ആത്മഹത്യ ചെയ്യാം. ആ ഒരവസ്ഥയിലാണ് ഫസ്റ്റ് പറഞ്ഞ പോലെ നമ്മുടെ കർത്താവിനെ ആദ്യമായിട്ട് ഞാനും വിളിച്ചത്. നമ്മൾ കർത്താവിനെ വിളിക്കുന്നതിനേക്കാളും മുമ്പ് നമ്മുടെ വിളിയേക്കുന്നൊരു കർത്താവ് ഇത് ജീവിക്കുന്നുണ്ട്. ആ നിസ്സഹായ അവസ്ഥയിൽ കരഞ്ഞു വിളിച്ചപ്പോൾ വചനം പറയേണ്ടല്ലോ, ലക്ഷ്യം 49:16 പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന്. അത്രയും കാര്യമുള്ള കർത്താവ് ആ വെൻറ്റിലേറ്റർ ഐസി വെച്ച് ചങ്ക് പൊട്ടി ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ പ്രാർത്ഥന കേട്ടതാണ്. അതിനുശേഷം ഈ 13 വർഷങ്ങൾക്ക് ഇപ്പോഴും ഒരിക്കൽ പോലും മരിക്കുന്ന ചിന്തയോ ആഗ്രഹമോ ടെൻഷനോ ഒന്നും എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ കൊച്ചൊരാവശ്യമേ പോലും ഞാൻ ചോദിക്കുന്നതിനേക്കാളും മുമ്പറിഞ്ഞ് ചെയ്തു തന്ന് അത്ര കാര്യം തന്നെ പരിപാലിക്കുന്ന കർത്താവിൻ്റെ കൂടെയുള്ളപ്പോൾ പിന്നെ എന്തിനാ പിന്നെന്താ ചിരിക്കാണ്ടിരിക്കാൻ ഒരു കാര്യമല്ലേ. നമ്മുടെ ബൈബിളിൽ പറയണ്ടല്ലോ, യാബസിൻ്റെ പ്രാർത്ഥന കർത്താവ് ഡയറക്റ്റ് കേട്ടുവന്നു. അതേപോലെ എൻ്റെ പ്രാർത്ഥന കേട്ടോ കർത്താവ്. ആ ഒരു സമയത്താണ് ആ എലൈറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ജോസാൻ്റെ അച്ഛൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, അച്ഛനെ കാണാൻ വന്നത്. കർത്താവ് പറഞ്ഞു വിട്ട പോലെ തന്നെ അച്ഛൻ എപ്പോഴും അടുത്ത് വന്നിരിക്കും, ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ വന്നിരിക്കും, സംസാരിക്കും. അച്ഛൻ പറഞ്ഞ 2 ദൈവവചനാണ് എല്ലാം തകർന്ന അവസാനിച്ച എൻ്റെ ജീവിതത്തെ വീണ്ടും ഒന്ന് പുതുക്കി പണിതത്. ആ വചനം സങ്കീർത്തനം 34:18 ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുകിയവരെ അവിടെ രക്ഷിക്കുന്നു. അതേപോലെ റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ 10 ജനിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ നിന്നെല്ലാം നന്മയ്ക്കായി പരിണമിക്കുന്നു. സംഭവം പണ്ട് പള്ളിയിലൊക്കെ പോയി ഓൾറെഡിയൊക്കെ ആയിരുന്നുണ്ടെങ്കിലും അന്ന് അനുഭവിക്കാൻ പറ്റാത്ത വലിയൊരു സ്നേഹം അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് വചനത്തിൽ എനിക്ക് കിട്ടി. അന്ന് മുതൽ ഇന്ന് വരെ കർത്താവിന് കൈവിട്ടറില്ല. അത്ര കാര്യമായി എൻ്റെ കർത്താവ് പരിപാലിച്ചു കൊണ്ടെടുക്കുന്നുണ്ട്. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട്. നിഖില് പറഞ്ഞിരുന്നല്ലോ, നിഖില് നന്നായി അടിച്ചു പൊളിക്കുന്ന ഒരു ജീവിത രീതിയായിരുന്നു ഈ ഒരു 19 വയസ്സിൽ ഇത് നടക്കുന്നവരെ. അവിടെ നമ്മൾ പള്ളിയിൽ പോകും, കുടുംബത്തിൻ്റെതായ ആ വിശ്വാസചര്യ കൂടെ നമ്മൾ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിൽ കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നുള്ള ഈ ഒരു തിരിച്ചറിവിലേക്കുള്ള ഒരു ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും പലർക്കും കിട്ടാത്ത ഒരു അനുഭവം കിട്ടുമ്പോഴാണ് തിരിച്ചറിയാന്ന് പറയുന്നത്. അപ്പോൾ പഴയ അനുഭവം ഇപ്പോഴത്തെ ഉള്ള അനുഭവം തമ്മിലുള്ള അത് താരതമ്യപ്പെടുത്തി പറയാൻ പറ്റുമോ? 19 വയസ്സ് വരെ നമ്മുടെ കർത്താവ് എൻ്റെ കാര്യത്തിൽ പള്ളിയിലും കുരിശിലും മാത്രമായിരുന്നു. അവിടെയായിരുന്നു വണ്ടി ഇടിച്ച് വരില്ലേട്ടല്ല ഈ അവസ്ഥയായിപ്പോൾ കർത്താവിൻ്റെ കൂടെ. ആദ്യത്തെ ഒരു 19 വയസ്സ് വരെ കർത്താവുണ്ട്, ജീവിക്കണുണ്ട് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിലും നമ്മളത് കേട്ടറിവ് മാത്രമായിരുന്നു. കേട്ടറിവ് എപ്പോഴും ശരിയാവണമെന്നില്ല. പക്ഷെ അനുഭവത്തിൻ്റെ പാഠം ഒരിക്കലും തെറ്റില്ല. ഇപ്പോൾ സയൻറ്റിഫിക്കായാലും പല കാര്യങ്ങളും പറയാനുണ്ടല്ലോ. നമ്മൾ പഠിച്ച് കേട്ട് വായിച്ച് വന്ന പല തിയറികളും ഇന്ന് തെറ്റാന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ വളരെ ഫോർ എക്സാമ്പിൾ ആ ഡാർവിൻ്റെ തിയറി ഇപ്പോൾ തിരുത്തിക്കൊണ്ടിരിക്കുക, പൊതുപൂർവികരുണ്ടെന്ന് പറഞ്ഞിട്ട് പലതും മാറ്റം വരും. ഇതേപോലെ തന്നെയായിരുന്നു എൻ്റെ കാര്യത്തിലും. പക്ഷെ വണ്ടി ഇടിച്ച് എൻ്റെ ഈ അവസ്ഥയിൽ, നിസ്സഹായ അവസ്ഥയിൽ ആദ്യമായ കർത്താവിനെ വിളിച്ചപ്പോൾ, ചങ്ക് പൊട്ടി വിളിച്ചപ്പോൾ കർത്താവിൻ്റെ കൈ പിടിച്ചതാണ്.
ആ ഒരു സ്നേഹത്തിന് നമുക്ക് മാറ്റം പറയാൻ പറ്റില്ല. സംഗീതം 34:8 പറയുന്നുണ്ട്, കർത്താവ് നല്ലവനാണെന്ന് രുചിച്ചറിവിൽ അവിടുത്തെ ആശ്രയിക്കുന്നത് ഭാഗ്യവാനാണ്. നമുക്ക് എന്ത് കാര്യം അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് സത്യം തിരിച്ചറിയാൻ പറ്റുള്ളൂ. പലതും കേട്ട് പഠിച്ചുകൊണ്ടൊന്നും ശരിയാവുന്നില്ല. പക്ഷെ അനുഭവത്തിലെ പാഠം ഒരിക്കലും തെറ്റില്ല. 19 വയസ്സ് വരെ ഗില്ലാജ് എന്ന വ്യക്തി ഞാൻ ഈ ഭൂമിയിലുണ്ടായിട്ടും, പ്രത്യേകിച്ച് എനിക്കല്ലാണ്ട് എൻ്റെ കുടുംബത്തിനോ നാട്ടിലേക്കോ ആർക്കും ഒരു പറഞ്ഞിട്ടില്ല. പക്ഷെ കർത്താവ് എൻ്റെ ലൈഫിൽ വന്നപ്പോൾ അത് വലിയൊരു മാറ്റമായി. അന്ന് വരെ 19 വയസ്സ് വരെ ഗില്ലാജ് ഞാൻ ആരോഗ്യം ഉണ്ടായിരുന്നു, സൗകര്യങ്ങളുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നിട്ടും ആഗ്രഹിച്ചിട്ട് കിട്ടാത്തതെല്ലാം കർത്താവ് എൻ്റെ ലൈഫിൽ വന്നപ്പോൾ അടിപൊളിയായി. ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ആ കർത്താവ് ശക്തനായവനാണ്, ഇന്നും എൻ്റെ കൂടെ ഉണ്ട്. അനുഭവിച്ചാൽ മാത്രം കർത്താവിൻ്റെ സ്നേഹം സാന്നിധ്യം അത് ക്ലിയറായിട്ട് കിട്ടുള്ളൂ. നിഖിൽ പറഞ്ഞില്ലേ മുമ്പ് ഈശോനെ കണ്ടിരുന്നത് പള്ളിയിൽ മാത്രമാണ്, കൂടെയായിരുന്നെന്ന്. ഇപ്പം നിഖിൽ ചെയ്യുന്നത് ഇത്ര നാൾ എനിക്ക് മാത്രം എൻ്റെ അറിവിൽ മാത്രം ഒതുങ്ങി നിന്നായിരുന്നു ഈശോ. പക്ഷെ നിഖിൽ ഇതുപോലെ ഒരു ഇതിലേക്ക് ചുരുക്കപ്പെട്ടപ്പോൾ നിഖിലിപ്പോൾ ഇവിടെയല്ല, സത്യത്തിൽ എവിടേക്കോ ആണ്. ഒന്ന് നിഖിലിന് ഒരു മിനിറ്റ് കിട്ടാൻ സംസാരിക്കാൻ എപ്പോൾ വിളിച്ചാലും നിഖിൽ എവിടേക്കോ പറക്കുന്നു വരുന്നു ഇല്ലേ? ഇപ്പം നിഖിൽ എങ്ങനെയാണ് ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇങ്ങനെ പറന്ന് നടക്കുന്നത് എന്ന് പറയാമോ? ഇപ്പോൾ കർത്താവിൻ്റെ സ്നേഹം, കർത്താവ് എന്നെ പ്രതി കുരിശിൽ മരിച്ച് എനിക്ക് ദാനമായിട്ട് വാങ്ങി തന്ന എൻ്റെ ജീവിതം, എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്ന കാലത്തൊന്നും ഒരു കാര്യം പോലും തിരിച്ച് ചെയ്യാനോ ഒന്നും എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. ഇപ്പോഴും പൂർണ്ണമായിട്ട് പറ്റിയിട്ടല്ല. പക്ഷെ അനുഭവിച്ച കർത്താവിനെ ഒന്ന് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൻ്റെ യൂത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇവർക്ക് അറിവുണ്ട്, എല്ലാ കാര്യങ്ങളിലും അറിവുണ്ട്, പക്ഷെ ബോധമില്ല. അറിവ് കൂടുമ്പോൾ ബോധം പോകും. ഞങ്ങളുടെ അടുത്തൊരു ഡോക്ടറുണ്ട്, ഗോൾഡ് മെഡലിസ്റ്റാണ്, കത്തി വെച്ച ആൾ ചാവും. അതേപോലത്തെ അവസ്ഥയിലാണ്. അപ്പോൾ നമ്മൾ അനുഭവിച്ച കർത്താവിനെ ഒന്ന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്താൽ അത് കർത്താവിന് വലിയ ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. 1 യോഹന്നാൻ 3:16 വചനം പറയുന്നുണ്ട്, ക്രിസ്തു നമ്മെ പ്രതി സ്വന്തം ജീവൻ ബലി കഴിച്ചു എന്നതിനെ സ്നേഹമെന്തെന്ന് നാം അറിയുന്നു. അതിനാൽ നമ്മളും സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. മരിക്കാനും നമുക്ക് പറ്റില്ല, പക്ഷെ അനുഭവിച്ച കർത്താവിനെ ഇപ്പോൾ സാധിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും എന്നെ കാണാൻ വരുന്നവരെല്ലാവരോടും സാധിക്കുന്ന എല്ലാ പള്ളികൾ, ധ്യാന സെൻറ്റർ, സ്കൂളുകൾ, കോളേജുകൾ, പല സ്ഥലങ്ങളിലും പോയി എൻ്റെ ജീവിതാനുഭവം പങ്കുവയ്ക്കാറുണ്ട്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ള സത്യം ഒരു പക്ഷേ എല്ലാവർക്കും മനസ്സിലായില്ലെങ്കിലും എന്നെ കാണുന്ന 1-2 പേർക്കെങ്കിലും അത് മനസ്സിലാവും. ആ 2 പേര് മതി അതിലൂടെ രക്ഷപ്പെടുന്നൊരു കുടുംബം തന്നെയാണ്. ആ കർത്താവ് അതിന് വലിയ താല്പര്യമുണ്ട്. കർത്താവ് മകനായിട്ട് സ്വീകരിച്ചപ്പോൾ ഒരു നല്ല പ്രഹരം തന്നു ഇല്ലേ നിഖിലേ? ആ പ്രഹരത്തിൽ കർത്താവിനെ തിരിച്ചറിഞ്ഞ ആ മൊമെന്റ് എന്ന് പറയുന്നത് കണ്ണ് തുറന്ന് വെന്റിലേറ്ററിൽ എന്നുള്ള ഒരവസ്ഥയാണ്. അവിടെ നിന്നുള്ള ആ ദൈവത്തിനെ അനുഭവിച്ച ആ നിമിഷം മുതലുള്ള കുറച്ച് കാര്യങ്ങൾ, ഹെൽത്തിൻ്റെ കണ്ടീഷൻ ഒന്ന് പറയാമോ? എനിക്ക് ആക്സിഡൻറ്റ് പറ്റി ആശുപത്രിയിലായതിനു ശേഷം 3 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വെന്റിലേറ്റർ ഐസിയുലായിരുന്നു. ആ ഒരു കിടപ്പ് 18 മാസം ആ ആശുപത്രി കട്ടിൽ തന്നെയായിരുന്നു, സ്ഥിരമായിട്ട് അഡ്മിറ്റ് ആയിരുന്നു. അതിൽ 13 മാസത്തോളം വെന്റിലേറ്ററിലായിരുന്നു. 3 മാസം വെന്റിലേറ്റർ ഐസിയുയിൽ കിടന്നു. പിന്നെ 3 മാസം വെന്റിലേറ്റർ ഐസിയുയിൽ കിടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ലങ്സിൻ്റെയും ഡയഫ്രമെല്ലാം കിഡ്നി വർക്കിംഗ് കുറവായപ്പോൾ ഡോക്ടർ പറഞ്ഞെങ്കിലും മരിക്കാറായി, മാക്സിമം 10 ദിവസം കൂടി അവൻ ജീവനോടെ ഉള്ളൂ. ആ ഒരു ഇടയുള്ള സമയം പപ്പയുടെയും അമ്മച്ചിയും ചേട്ടനും കൂട്ടാനും ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്നിട്ട് 10 ദിവസമെങ്കിലും സന്തോഷമായിട്ട് എല്ലാവരെയും കണ്ടിട്ട് അവൻ മരിച്ചോട്ടെ എന്ന് പറഞ്ഞു ഒരു പോർട്ടബിൾ വെന്റിലേറ്റർ വെച്ചിട്ട് റൂമിലേക്ക് മാറ്റി. പിന്നെ ഒരു 15 മാസത്തോളം ആശുപത്രിയിലെ റൂമിൽ തന്നെയായിരുന്നു പോർട്ടബിൾ വെന്റിലേറ്റർ വെച്ച് കിടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്താണ് ജോസാൻഡ്രച്ചൻ എപ്പോഴും വരാൻ സംസാരിക്കുക, കർത്താവിൻ്റെ കരുണ സ്നേഹം കരുതലും അച്ഛൻ പറഞ്ഞു തരാം. എനിക്ക് സാധാരണങ്ങളെല്ലാവരെയും പോലെ അധികം സ്പീഡിലൊന്നും സംസാരിക്കാൻ പറ്റില്ല, അത് ശബ്ദത്തിലും പറ്റില്ല. കാരണം എൻ്റെ 13 മാസം വെന്റിലേറ്ററിൽ കിടന്നപ്പോൾ റൈറ്റ് സൈഡ് ലങ്സിൻ്റെ കപ്പാസിറ്റി കംപ്ലീറ്റ് പോയി. അത് കാരണം എനിക്ക് കഫം നോർമലി എല്ലാവരും ചുമച്ച് പോകുന്ന പോലെ ചുമച്ച് തുപ്പാനൊന്നും പറ്റില്ല. കഫം വരുമ്പോൾ ട്രക്കോസ്റ്റമിയുടെ ട്യൂബ് ഒരു കോർക്ക് വെച്ച് അടച്ചിട്ടുണ്ട്. ആ കോർക്ക് തുറന്നിട്ട് ഒരു സക്ഷൻ മെഷീനിലെ ട്യൂബ് ലങ്സിൽ കറക്കിയിട്ട് വേണം കഫം വലിച്ചെടുക്കാൻ. എൻ്റെ അമ്മച്ചെല്ലാം ചെയ്തു തരും. ഇപ്പോഴും ചെയ്തു തരും, ഇപ്പോൾ വരെ. അത് ഈ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. എന്തെങ്കിലും ഇൻഫെക്ഷൻ കിട്ടിയാലൊക്കെ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. അപ്പോൾ കഫക്കെട്ട് വരും. പിന്നെ സംസാരിക്കുകയാണെങ്കിലും
എനിക്ക് ആ കോർക്ക് വെച്ച് അടച്ചാൽ മാത്രമേ സൗണ്ട് വരുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ബ്ലോക്ക് വരും, കാര്യങ്ങൾ വരും. പക്ഷേ ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ കർത്താവിനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്ന് അനുഭവിക്കാൻ പറ്റിയത് കുരിശാണ് നമ്മുടെ രക്ഷ. കുരിശില്ലാത്ത ജീവിതത്തിൽ രക്ഷയില്ല. കാരണം പുത്രനായ യേശുക്രിസ്തുവിന് വരെ പിതാവ് കൊടുത്തത് മഹത്വത്തിൻ്റെ കുരിശാണ്. അതേ സകല പരിശുദ്ധ അമ്മയ്ക്കും എല്ലാവർക്കും ആ ജീവിതം ഉണ്ടായിരുന്നു. പക്ഷെ അത് അവരുടെ ജീവിതത്തിന് വലിയൊരു മഹത്വത്തിന് കാരണമായിട്ടുണ്ട്. റോമ 8:18 നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ തോലോ നിസ്സാരമായി ഞാൻ കരുതുന്നു. ഈ വചനം പറയുമ്പോൾ ഒരു കാര്യം, ഈ വചനം ഞാൻ പണ്ട് കേട്ടിട്ടുണ്ടെങ്കിലും ഡൊമിനിക്കച്ചനാണ് ഒരു 3-4 വർഷം മുന്നേ ഒരു കൺവെൻഷൻ, ലൂർദ് പള്ളി കൺവെൻഷന് എന്നോട് പറഞ്ഞത്. അച്ഛൻ്റെ കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു ദിവസം ഒന്ന് പോയി അച്ഛൻ്റെ കുർബാന ലൈവായിട്ട് കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് ചേട്ടനോട് പറഞ്ഞു, അമ്മച്ചോടൊക്കെ പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടി പോയി അവിടെ ചെന്ന് കുർബാന കൂടി. ഞങ്ങൾ ലാസ്റ്റ് അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിൻ്റെ സമയത്ത് അച്ഛനോട് അച്ഛൻ ഒരു വചനം പറഞ്ഞു തരുമെന്ന് വെച്ചു. അപ്പം അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് റോമ 8:18 എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഞാൻ വചനം അച്ഛനോട് തിരിച്ചു പറഞ്ഞു. അപ്പം അച്ഛനെ കെട്ടി പിടിച്ച് മുമ്പൊക്കെ തന്നിട്ട് അച്ഛൻ പോയി. പിറ്റേ ദിവസം ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചു. ഡ്രസ്സൊക്കെ മാറ്റി എൻ്റെ വയറ്റിൽ നിന്ന് പോയി. ആകെ ബുദ്ധിമുട്ടായി. ചേട്ടൻ ആംബുലൻസ് കയറിയിട്ടായിരുന്നു. വീണ്ടും തിരിച്ചകത്ത് കിടത്തി ഡ്രസ്സൊക്കെ മാറ്റി വീണ്ടും ആംബുലൻസ് കയറ്റി. വീണ്ടും ലൂസ് മോഷനായി. വീണ്ടും എടുത്ത് വീണ്ടും അകത്ത് കിടത്തി. അപ്പം എൻ്റെ അമ്മച്ചി പറഞ്ഞു, നീ എന്തായാലും ചേട്ടനോട് പറഞ്ഞു നീ പോയി കുർബാന കണ്ടോ? ഞങ്ങൾ ഇല്ലാന്ന് പറഞ്ഞു. ചേട്ടൻ പോയി കുർബാന കണ്ട് വൈകുന്നേരം 7 മണി കഴിഞ്ഞപ്പോൾ ധ്യാനം കൂടാൻ പോയ സ്ഥലത്ത് നിന്ന് പല ആൾക്കാരും ഫോൺ വിളിച്ചു തുടങ്ങി. നിങ്ങളെ നിങ്ങൾ ഇന്നലെ ധ്യാനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ചോദിച്ചു. വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചു. ഡൊമിനിക്കച്ചൻ നിന്നെക്കുറിച്ച് പറയണ്ടെന്ന് പറഞ്ഞു. അവിടെ എന്നെ കുറിച്ചത് ഞങ്ങൾ പരിചയമില്ലൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം അല്ല, നിന്നെ പരിചയപ്പെട്ടു വചനം പറയണമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ സന്തോഷമായി. കാരണം ഒരു ദിവസം 10,000 ആൾക്കാരെ കാണുന്ന അച്ഛനെ എൻ്റെ കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് അത്രമാത്രം നമ്മുടെ ലൈഫിന് തരുന്നുണ്ട്. അതിനുശേഷം ഒരു 3 വർഷത്തോളം അച്ഛൻ്റെ എല്ലാ കൺവെൻഷനിലും എല്ലാ ധ്യാനങ്ങളിലും എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രമാത്രം കരുണയുള്ളവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവ് ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ആരും അത് അറിയാണ്ട് കാണുന്ന പോലെ കേട്ടോ. 10 ദിവസം കുറച്ച് നാളെങ്കിലും ആ സന്തോഷത്തോടെ കണ്ട് മരിക്കട്ടെ എന്ന് പറഞ്ഞ് വൈദ്യശാസ്ത്രം വിദ്യ എഴുതിയ ആള് എങ്ങനെയാണ് 10 ദിവസം, ആ 10-12 ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് എത്തുന്ന ആ സാഹചര്യത്തെ കുറിച്ചൊന്ന് പറയൂ. ഈ ഡോക്ടർമാരാണ് പറയുന്നത്, ശാസ്ത്രമാണ് പറയുന്നത് നമ്മളെപ്പം മരിക്കും മരിച്ചില്ല എന്നൊക്കെ. പക്ഷെ അതിനേക്കാളും വലുതാണ് കർത്താവ്. യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, എൻ്റെ ആയുസിൻ്റെ ഉറപ്പ് കർത്താവാണ്. ആ കർത്താവാണ് നമ്മുടെ ഉറപ്പ്. ഒരിക്കൽ വെന്റിലേറ്റർ ഐസിയിൽ വെച്ച് എൻ്റെ മുഖത്ത് തുണിയിട്ട് മൂടി എല്ലാം അവസാനിപ്പിച്ചു. വീട്ടിൽ പെട്ടൊക്കെ റെഡിക്കെല്ലാം കഴിഞ്ഞപ്പോഴും എൻ്റെ അമ്മച്ചി കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് തിരിച്ചു വാങ്ങിയതാണ്. മരിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം. ആ ഒരു ജീവിതം ഡോക്ടർമാർ പറഞ്ഞാൽ അവസാനിക്കില്ല. തന്നത് കർത്താവാണ്. ഈ 10 ദിവസം എൻ്റെ ജീവിതം കഴിഞ്ഞു, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. വെന്റിലേറ്റർ ഐസിയിൽ നിന്ന് ഒരു പോർട്ടബിൾ വെന്റിലേറ്റർ വെച്ച് അതിനെ റൂമിലേക്ക് മാറ്റി. പക്ഷേ 13 കൊല്ലമായിട്ട് ഞാനിപ്പോഴും മരിച്ചാലില്ലേ. ഇപ്പോൾ വെന്റിലേറ്ററും ഇല്ല. വളരെ കൂളായിട്ട് ഭംഗിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ പണ്ട് ലൈറ്റിലായ സമയത്ത് സാറ് പറയും, നോളർ സാർ പറയും, തന്നിക്കല്ലേ ഇതിനെ കാണുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അതുപോലെ പോണേത്. അത്രമാത്രം ശക്തനാണ് നമ്മുടെ കർത്താവ്. ശാസ്ത്രമല്ല വലുത്, ശാസ്ത്രത്തിന് വളച്ചൊടിച്ച് പോക്കറ്റിലിട്ട് കൊടുത്തിട്ട് അതാണ് ശാസ്ത്രമല്ല വലുത്. ശാസ്ത്രങ്ങൾക്ക് ഉപകാരമുണ്ട് പല കാര്യങ്ങൾക്കും, പക്ഷെ ശാസ്ത്രത്തെ പോലും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ കർത്താവാണ്. നിഖിലിന് ഈശോയുടെ ഒരു അനുഭവം വെന്റിലേറ്ററിൽ വെച്ചുണ്ടായെന്ന് പറയില്ല, ഈശോയുടെ ഒരു തിരിച്ചുരൂപം, ആ ഒരു അനുഭവത്തെ കുറിച്ചൊന്ന് പറയോ? ആ വെന്റിലേറ്ററൈസിലെ നിസ്സഹായ അവസ്ഥയിൽ മുമ്പോട്ട് ഒരു വഴിയില്ല. മരിക്കണം എന്ന് ആഗ്രഹിച്ച് മരിക്കാനും പറ്റണില്ല, ഒരു രക്ഷയില്ലാണ്ടായിപ്പോൾ ആദ്യമായി നമ്മുടെ കർത്താവിനെ ചങ്ക് പൊട്ടി വിളിച്ചപ്പോൾ ഈശോയുടെ മുൾക്കിരീടം വെച്ച രൂപം ഞാൻ ആ വെന്റിലേറ്ററൈസിൽ ആ ചുമരിൽ ഞാൻ പതിവ് കണ്ടതാണ്. ഞാൻ കർത്താവിനെ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ. കർത്താവിനെ കണ്ടിട്ടില്ല, മാതാവിനെ കണ്ടിട്ടില്ല. ആദ്യമായ വെന്റിലേറ്ററൈസിൽ വെച്ച് നമ്മുടെ കർത്താവിൻ്റെ മുൾക്കിരീടം വെച്ച രൂപം ഞാൻ കണ്ടതാണ്. പക്ഷെ അന്നൊന്നും എനിക്ക് ഇത്രയ്ക്കുള്ള വിശ്വാസം ഉണ്ടായിരുന്നില്ല. പള്ളിയിലൊക്കെ പോകുമ്പോൾ കാണുന്നത് കുരിശിലുള്ള കർത്താവ്, പിന്നെ കൈ ഉയർത്തി പിടിച്ചിരുന്ന കർത്താവ്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ്.
പക്ഷെ അപ്പോൾ ഞാൻ കുറേ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. എൻ്റെ പല സങ്കടങ്ങളിലും എനിക്ക് വിഷമം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഭൂരിഭാഗം ഇപ്പോഴും ഈ കർത്താവിൻ്റെ രൂപം മാത്രമാണ് പല സ്ഥലങ്ങളിൽ കണ്ടിരുന്നത്. അപ്പം ഞാൻ കുറേ ആഗ്രഹിച്ചു ഇത് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇത് ഞാൻ എൻ്റെ അമ്മച്ചോടും കുടുംബത്തോടും പറയുമ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല ഇങ്ങനത്തെ രൂപ എന്നുള്ള കാര്യം. ലാസ്റ്റ് 2014 തോന്നുന്നു, 2014 15 ഡിവൈനിൽ ധ്യാനത്തിന് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയം ഒരു ആൻറ്റി ഒരാളമ്മ പറഞ്ഞു, മോൻ്റെ ഗിഫ്റ്റ് ഉണ്ട്, ഇത് കയ്യിൽ വെച്ചോ, വീട്ടിൽ പോയിട്ട് തുറന്നു നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് തുറന്നു നോക്കിയപ്പോൾ വെന്റിലേറ്റർ ഞാൻ കണ്ട എൻ്റെ കർത്താവ്. ആ കർത്താവിനെ ഇപ്പോഴും എൻ്റെ റൂമിൽ ഞാൻ എപ്പോഴും വെച്ചിട്ടുണ്ട്. ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ നേരെ ആ കർത്താവുണ്ട്. ഞാൻ ഭൂരിഭാഗം ഉറങ്ങാത്ത സമയമെല്ലാം ആ കർത്താവിനെ തന്നെയാണ് നോക്കിയിരിക്കുന്നത്. പക്ഷെ ആ കർത്താവ് ശക്തനായവനാണ്, ജീവിക്കുന്ന കർത്താവാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസം സന്തോഷ് ബ്രദർ വന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ സന്തോഷ് ബ്രദർ പറഞ്ഞത് ആ തിരുമുഖത്തിൽ കുറേ വാഗ്ദാനങ്ങളുണ്ടെന്ന്. ഞാൻ സാധാരണക്കാർക്ക് അറിയില്ലല്ലോ, പക്ഷെ കർത്താവ് വലിയവനാണ്. അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഇന്നും ജീവിക്കുന്നുണ്ട്. ഈ വേദന സഹിച്ച ഈശോയ്ക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വേദന തിരിച്ചറിയാൻ കഴിയുന്നത് 100%. അതുകൊണ്ടാണ് നമുക്ക് വേണ്ടി നമ്മൾ പാപികളായിരിക്കേ നമ്മളെ പ്രതി ക്രിസ്തു കുരിശിൽ മരിച്ചതാണ്. ആ കർത്താവിന് നമ്മുടെ എല്ലാ വേദനകളും കാണാൻ പറ്റും. നമ്മുടെ എല്ലാ കുറവുകളും അറിഞ്ഞിട്ടാണ് കർത്താവ് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്. നമ്മളെക്കാളധികമായിട്ട് കർത്താവിന് നമ്മളറിയാലോ. ആ കർത്താവ് നമ്മുടെ എന്ത് വിഷമായാലും എന്ത് സങ്കടമായാലും എന്ത് കാര്യമായാലും ആദ്യം ആ കർത്താവ് കാണും. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ചിന്തിച്ചു, എനിക്ക് കർത്താവിനെ നന്നായി അനുഭവിക്കാൻ കഴിഞ്ഞു, ഇതുവരെ മുമ്പുണ്ടായിരുന്ന സമയത്ത് അനുഭവിക്കാൻ പറ്റിയിരുന്നില്ല, അനുഭവിച്ചു. എന്നിട്ട് ആദ്യമായിട്ട് ഒരു തീരുമാനം എടുത്തു, എനിക്ക് ഈശോനെ ഒന്ന് പ്രഘോഷിക്കണം, ഈശോനെ കുറിച്ച് പറയണം. ആദ്യമായിട്ട് ഈശോനെ പങ്കുവയ്ക്കാനായിട്ട് നിഖില് പോയതും അതിൽ നിന്ന് ഈശോ എന്നിക്കൂടെ ആരെയോടൊക്കെയോ സംസാരിക്കുന്നുണ്ടെന്നൊരു തിരിച്ചറിവ് കിട്ടിയില്ലേ, അതല്ലേ ഇപ്പം കൂടുതൽ ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിഖിലിൻ്റെ അനുഭവം എന്ന് പറയും, ആദ്യമായിട്ട് ഈശോനെ കൊടുത്തതും ആരിൽ നിന്നൊക്കെയോ അത് ഫീഡ്ബാക്ക് കിട്ടി. നിഖിൽ പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി, ഈശോ തൊട്ടു. എങ്ങനെ ആ ഒരു അനുഭവത്തെക്കുറിച്ച് പറയാമോ? ആദ്യം എനിക്ക് കർത്താവിനെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും എന്നെ കാണാൻ വരുന്ന എല്ലാവരോടും ഞാൻ പറയാറുണ്ട്. പക്ഷെ ഒരിക്കലും പുറത്തു പോയി പറയാനുള്ള ഒരവസരം കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. നമുക്കന്ന ചിന്തയില്ല. അനുഭവിച്ച കർത്താവിനെ ഏത് സാഹചര്യത്തിലും ഒന്നും പറയണം, പരിചയപ്പെടുത്തണം, അത്രമാത്രം ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. എന്നെ കാണാൻ വീട്ടിൽ വരുന്ന എല്ലാവരോടും നമ്മുടെ കർത്താവിൻ്റെ കരുണ സ്നേഹം ഞാൻ പറയാറുണ്ട്. അങ്ങനെ ഒരു അച്ഛൻ്റെ കുർബാനയുടെ ഇടയിൽ ഗാഗുലത്തെ ധ്യാന സെൻറ്ററിൽ മാസത്തിൽ വെള്ളിയാഴ്ച എൻ്റെ ടെസ്റ്റിമണി പങ്കുവയ്ക്കാൻ എനിക്കൊരു അവസരം തന്നു. അത് കേട്ടിട്ട് അതിന് ശേഷം പല സ്ഥലങ്ങളിലേക്കും പല ആൾക്കാരും എന്നെ വിളിക്കാറുണ്ട്. എൻ്റെ ജീവിതം എല്ലാവരും പോയി പങ്കുവയ്ക്കാറുണ്ട്. കുറേ ആൾക്കാരുടെ ജീവിതത്തിൽ മരിക്കണമെന്ന് തീരുമാനിച്ച് ജീവിതം അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ച ആൾക്കാർ പോലും മരിക്കണില്ല. നിന്നെ കർത്താവ് നോക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കുന്നുള്ള വിശ്വാസത്തിൽ അവർ ജീവിക്കുന്ന പല അനുഭവങ്ങളും എനിക്ക് പറയാനുണ്ട്. ഒരിക്കൽ എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊരു കാര്യമാണ്. 2019 ഓട്ടോ ബൈബിൾ കൺവെൻഷന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വട്ടായി അച്ഛനും ഡൊമിനിക് അച്ഛനും അവരെല്ലാവരുള്ള കൺവെൻഷന് ഞാനും പോയിട്ടായിരുന്നു. ഞാനും പോയതിൻ്റെ ടെസ്റ്റ് മണിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി എറണാകുളത്തോ തോന്നുന്നുണ്ട്, ചേച്ചിയുടെ ഫോൺ വിളിച്ചു. രാത്രി 11:30-12 മണി സമയത്ത് അമ്മച്ചി ഫോൺ എടുത്ത് തന്നു. ഞാൻ അവരോട് സംസാരിച്ചു. ചേച്ചി എന്താ പറ്റി അങ്ങനെ വിളിച്ചായിരുന്നു, നമ്പർ കിട്ടിയെന്ന് ചോദിച്ചു. ഇപ്പോൾ ഫോട്ടോ കൺവെൻഷനിൽ ഞാൻ പോയ വീഡിയോ അവർ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ചേച്ചിയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇൻ്റർകാസ്റ്റ്, രണ്ടുപേരും ലവ് മാരേജ് ആയിരുന്നു. 2 മതത്തിൽ നിന്ന് ലവ് മാരേജ് ആയിരുന്നു. ആ സമയത്ത് രണ്ട് മക്കളുണ്ടായി അവർക്ക്. 2 ഫാമിലിയും അവർ സപ്പോർട്ടില്ല, കാര്യങ്ങളില്ല. എറണാകുളത്തൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അതിനോട് ചേർന്നൊരു കടമുറിയും വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരുവിധം സേഫ് സോണിൽ പോകുന്ന സമയത്ത് ചേച്ചിയുടെ ഭർത്താവ് മരിച്ചു. കുടുംബത്തിന് സപ്പോർട്ടില്ല, കുഞ്ഞു മക്കൾ, വാടകയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു, കട ഒഴിയാൻ പറഞ്ഞു. നിസ്സഹായ അവസ്ഥയിൽ ആ ചേച്ചി 2 മക്കളെയും കൊന്നിട്ട് ഈ ചേച്ചി മരിക്കാമെന്ന് വിചാരിച്ച് വിഷമൊക്കെ വാങ്ങിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് അവൾ തോന്നി എന്തായാലും മരിക്കാൻ പോവുക, കുറച്ച് നേരം ഫേസ്ബുക്ക് നോക്കാമെന്ന്. ആ ഫേസ്ബുക്ക് നോക്കിയപ്പോൾ ഫോട്ടോ കൺവെൻഷനിൽ ഞാൻ പറഞ്ഞ എൻ്റെ ടെസ്റ്റ് മണി ആ കണ്ടു. എന്തായാലും മരിക്കണേക്കാളും കുറച്ച് കഴിഞ്ഞ് ഫേസ്ബുക്ക് കാണാം. ആളെ വീഡിയോ മുഴുവൻ കണ്ടു.
വീഡിയോ കണ്ടപ്പോൾ ആൾക്ക് എന്തോ എവിടെയോ കർത്താവിൻ്റെ സ്പാർക്ക് അടിച്ചു. അപ്പം തന്നെ ഡിവൈനിൽ എവിടെയോ എങ്ങനെയൊക്കെ ആരൊക്കെയോ കോണ്ടാക്ട് ചെയ്ത് എൻ്റെ നമ്പർ വാങ്ങിച്ച് എന്നെ വിളിച്ചു. ആ ചേച്ചി പറഞ്ഞൊരു കാര്യം, എൻ്റെ മോനെ നിൻ്റെ ഈ ഒരു അവസ്ഥയിലും ഇത്ര മാത്രം കർത്താവ് നിന്നെ പരിപാലിക്കുന്നുണ്ട്, നിന്നെ നടത്തുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മക്കളെ കൊല്ലില്ല, ഞങ്ങൾ മരിക്കില്ല, ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾ നടത്തും, ഞങ്ങൾ ജീവിക്കുക എന്ന് പറഞ്ഞു ചേച്ചി പറഞ്ഞു. അതേപോലുള്ള കുറേ കാര്യങ്ങൾ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ അനുഭവിച്ച കർത്താവിനെ ഏത് സാഹചര്യത്തിലും മറ്റൊരു വ്യക്തിക്ക് പറഞ്ഞ് പകർന്നു കൊടുക്കുമ്പോൾ രക്ഷപ്പെടുന്നത് അവർ മാത്രമല്ല, അവരിലൂടെ ഒരു കുടുംബം തന്നെയാണ്. കർത്താവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അപ്പസ്തോലൻ 16:31, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്നു. രക്ഷപ്പെടാൻ കർത്താവ് മാത്രമേ ഉള്ളൂ ഒറ്റ വഴി. അനുഭവിച്ച കർത്താവിനെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഇനിയും പറയും.